ആദ്യത്തെ പൊറാട്ട് ദാസി പൊറാട്ടാണ്. ഈ ദാസി പൊറാട്ട് പറഞ്ഞാൽ ദേവദാസി, നർത്തകി, ഈശ്വരൻ്റെ മണവാട്ടി, വിവാഹം കഴിക്കാത്ത സ്ത്രീ, അഗ്രഹാരങ്ങളിൽ ഇല്ലും മനകളിലൊക്കെ നൃത്തം വെച്ച് പാരിതോഷികം വാങ്ങി ഉപജീവനം കഴിയുന്ന ഒരു സ്ത്രീയാണ് ഈ ദാസി. അപ്പോൾ ഈ ദാസി തമിഴ് നാട്ടുകാരിയാണ്. നമ്മുടെ പാലക്കാട് ജില്ല തമിഴായിരുന്നു, മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു ഒരു കാലത്ത്. പിന്നീടാണ് അതൊക്കെ വേർതിരിച്ച് കേരളം അത് സ്ഥാപിച്ചപ്പോഴാണ് കന്യാകുമാരി അങ്ങോട്ടും മലബാർ നമ്മൾക്ക് ഇങ്ങോട്ടും കിട്ടിയത്. അപ്പോൾ ഈ മലബാർ തമിഴ്നാടിൻ്റെ പ്രദേശമായതുകൊണ്ട് നമ്മളൊക്കെ മുമ്പുള്ളവരൊക്കെ തമിഴ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ തമിഴ് ഭാഷയിൽ തന്നെ പൊറാട്ടുകൾ കെട്ടിയാടും. അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ വന്ന ഒരു ചോദ്യക്കാരൻ ഒരു സ്ത്രീ വേഷം, ഒരു പുരുഷ വേഷം, ഒരു കോമാളി വേഷം, അതായത് വിദൂഷകൻ, അപ്പോൾ അല്ലെങ്കിൽ ചോദ്യക്കാരൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അയാൾ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ നൃത്തം വെച്ച് കഴിഞ്ഞാൽ ദാസി പറഞ്ഞല്ലോ ആദ്യത്തെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നെയാ ഒരു പേരും പേശ് കാണുമില്ലയാ, ആരും ഇവിടെ കാണാമല്ലോ പറഞ്ഞ. അപ്പോൾ എല്ലാവരും ഉണ്ട്, നിനക്ക് ആരിനെ കാണണം എന്ന് മൂന്നാമനൊരു ചോദ്യം. അപ്പോൾ ആ ചോദിക്കുമ്പോൾ പറയും, അതാ നിന്നെ തേടി ഒരു പെൺകുട്ടി വന്നിരിക്കണം, ആ കുട്ടീനോട് തമിഴിൽ ചോദിക്കണം എന്നെല്ലാം ഈ മൂന്നാമൻ പറഞ്ഞു കൊടുക്കുന്നത് ആ വിദൂഷകനായ ചോദ്യക്കാരെ അല്ലെങ്കിൽ കോമാളി ചോദിക്കുകയാണ് ഈ கதாபாத்திரத்தினோட புள்ளாமணி என்னையா ஊரெங்கே ஐயா நான் வந்து பழனிசீம பட்டணத்துக்காரு தானையா, நீ என்னத்துக்கு வந்த பிள்ளை? ஐயா நான் நாட்டு பாட்டு சங்கீதம் எல்லாம் விற்று பெரியோர்கிட்ட பகுமதி எல்லாம் வாங்கி ஊருக்கு போகலாம் ஐயா. മനസ്സിലായോ? ഞാൻ ആട്ടും പാട്ടൊക്കെ പാടി ജനങ്ങൾ കൊടുക്കുന്ന പാരിതോഷികം വാങ്ങി ഞാൻ എൻ്റെ ഊരിലേക്ക് പോവുക. ഇതാണ്. അപ്പോൾ ആടുறதுக்கு தெரியுமா, പാടുறதுக்கு தெரியுமா, தெரியுമയ്യാ, പഠിக்கிறதுக்கு தெரியுமா, ഇതൊക്കെ തമിഴാണ്. അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ മലയാളം അതിൽ ചേർക്കണം. എങ്ങനെ അറിയും? പഠിച്ച് കിടന്ന് തിരിയേണ്ട നായി കടിച്ച് വലിക്കും ഡയലോഗാണ്. ആ ഡയലോഗ് കൊണ്ടാണ് ഡബിൾ മീനിങ്, ട്രിപ്പിൾ മീനിങ് ഡയലോഗ് കൊണ്ടാണ് ഇന്നും ഇതേപോലുള്ള സ്ഥലത്ത് സ്റ്റേജില്ല, കശേരിയില്ല, ഒന്നുമില്ല. വന്ന് അവിടെ താഴത്തിരുന്ന് കളി കാണാൻ 6 മണി വരെയും ജനം പോവില്ല. എപ്പോൾ? രാത്രി ഭക്ഷണം കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു ഒരു 9:30-10 മണിക്ക് തുടങ്ങി പുലർച്ചെ 6 മണി വരെ വിവിധ പൊറാട്ടുകൾ കെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസി. പിന്നെ പൂക്കാരി അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരിയാണ്. അവർ നമ്മുടെ അഗ്രഹാരങ്ങളിൽ പൂ കച്ചവടത്തിന് നല്ലൊരു ഇതുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കൽപ്പാത്തി പോലെയുള്ള ഗ്രാമങ്ങളിൽ അപ്പോൾ അവർ പൂ കൊണ്ടുവന്നിട്ട് വിറ്റ് ഉപജീവനങ്ങൾ. അപ്പോൾ അതിൽ പറയും, പുളമണി നീ എന്നത്തേക്ക് വന്നേ? ഞാൻ പൂ വ്യാപാരത്തേക്ക് വന്നേ. എന്നെല്ലാം പൂ இருக்குது சொல்கிறீங்களையா, அல்லிமுல்லை, இருவாட்சி செம்பகம், மல்லிகை, மறிக்குழந்தை, பாரிஜாத, ரோஜா பூ, இப்படிയെല്ലാം പോവുകത്തേക്ക് നൈ. അതിനൊക്കെ ഡബിൾ മീനിങ് ആണ് പറഞ്ഞു വരുന്നത്. കള്ളിമുള്ളം, അത് വേണ്ട, ഇത് വേണ്ട, എനിക്ക് തൊട്ടാവാടി പൂ വേണം എന്നൊക്കെ ഈ വിദൂഷകനായ ചോദ്യക്കാരൻ പറഞ്ഞ ഡയലോഗിൽ അത് തിരുത്തൽ മൂന്നാമനാണ്. ഗായക സംഘത്തിൽ ഒരു മൂന്നാമനാണ് അത് തിരുത്തിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡബിൾ മീനിങ്, ട്രിപ്പിൾ മീനിങ്, ചുരുക്കത്തിൽ പറഞ്ഞ നൃത്ത, സംഗീത, ഹാസ്യ, നാടകം.